അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ കടന്നുപോയിട്ടുണ്ട്. 15 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ഇസ്ലാമിനെ ജീവസുറ്റതാക്കി നിലനിർത്തുന്നതിൽ ഈ പണ്ഡിതന്മാർ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. അക്കൂട്ടത്തിൽ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന, എന്നാൽ നിർബന്ധമായും ഓർത്തിരിക്കേണ്ട ഒരാളാണ് ഇമാം ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ ഇമാം ബാജൂരി തങ്ങളെക്കുറിച്ച് ആരോൺ സ്പൈവാക്ക് എഴുതിയിട്ടുള്ള ദ ആർക്കിടൈപ്പൽ സുന്നി സ്കോളർ ലോ തിയോളജി ആൻഡ് മിസ്റ്റിസം ഇൻ ദ സിന്തസിസ് ഓഫ് അൽ ബാജൂരി എന്ന വർക്കിനെ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മളിന്ന് ഈ ഒരു വിഷയത്തെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് ആരോൺ സ്പൈവാക്കി വർക്കിലൂടെ പറഞ്ഞു വെക്കുന്ന കാര്യം എന്നുള്ളത്, ബാജൂരി ഇമാമ് ഒരിക്കലും ഒരു തിയോളജിയൻ മാത്രമായിരുന്നില്ല, മറിച്ച് അദ്ദേഹം ഒരു സൂഫി ആയിരുന്നു. ലീഗൽ, തിയോളജിക്കൽ, ഫിലോസഫിക്കൽ, സ്പിരിച്വൽ ആയിട്ടുള്ള മേഖലകളിലൊക്കെ വലിയ രീതിയിലുള്ള സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള ഒരു പണ്ഡിതനും കൂടിയായിരുന്നു ഇമാം ബാജൂരി തങ്ങൾ. അദ്ദേഹം 1783 ഈജിപ്തിലെ മനുഫിയ പ്രവിശ്യയിലെ ബാജൂർ എന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ബാജൂറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് പണ്ഡിതന്മാരെ ലോകത്തിന് മുമ്പിലേക്ക് അർപ്പിച്ചിട്ടുള്ള ഒരു ഗ്രാമം കൂടിയാണ് ബാജൂർ എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം ജനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നും അദ്ദേഹം കരസ്ഥമാക്കുന്നു. അദ്ദേഹം ഖുർആൻ അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നും അദ്ദേഹം പഠിക്കുന്നുണ്ട്. ശേഷം അദ്ദേഹത്തിന് 14 വയസ്സിലാണ് അദ്ദേഹം ഈജിപ്തിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. ഈജിപ്തിലെത്തിയിട്ട് ഈജിപ്തിലെ ഒരു ശരാശരി വിദ്യാർത്ഥിയുടെ ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട തഫ്സീർ, പിന്നെ തജ്വീദ്, പിന്നെ മൻതിഖ്, ഉസൂലുദ്ദീൻ, ഉസൂൽ ഫിഖ് പോലെയുള്ള വ്യത്യസ്തങ്ങളായ ഗ്രന്ഥങ്ങൾ അവർ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല ഒരു പഠനാന്തരീക്ഷത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് 1798 ഫ്രഞ്ചുകാരുടെ ആക്രമണം മൂലം അദ്ദേഹത്തിന് അൽഖീസയിലേക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊപ്പം കൂടി തന്നെ അദ്ദേഹത്തിന് നാടുപടേണ്ടി വരികയാണ്. അങ്ങനെ 1801 അദ്ദേഹം വീണ്ടും തിരിച്ച് അദ്ദേഹം ഈജിപ്തിലെത്തുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിലച്ചുപോയ പഠനത്തെ അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് പഠിച്ചിട്ട് അദ്ദേഹം പിന്നീട് വലിയൊരു പണ്ഡിതനായി മാറിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ 24 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഉസ്താദായിട്ടുണ്ടായിരുന്ന മുഹമ്മദ് അൽ ഫലാലി എന്നവരുടെ വർക്കിന് അദ്ദേഹം ആദ്യമായിട്ട് കമൻട്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അദ്ദേഹം ചെറുപ്രായത്തിൽ മുതൽക്ക് തന്നെ അദ്ദേഹം ഷെയ്ഖുൽ അസ്ഹർ ആകുന്ന 64 വയസ്സ് വരെ അദ്ദേഹം ഒരുപാട് വർക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഏകദേശം ഒരു 20ഓളം വർക്കുകൾ അദ്ദേഹം രചിക്കുന്നുണ്ട്. ആ രചിക്കുന്ന വർക്കുകളിൽ മുഴുവൻ അദ്ദേഹം കമൻ്ററികളായിട്ടും സൂപ്പർ കമൻ്ററികളായിട്ടും അഥവാ ഷറഹും അതുപോലെ തന്നെ ഹാഷിയ എന്ന രൂപത്തിലാണ് അദ്ദേഹം കൂടുതലായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ എഴുതിയത് എന്ന ചോദ്യത്തിന് ആരോൺ സ്പൈവാക്ക് പറയുന്ന മറുപടി എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരും പിന്നെ ഈജിപ്തിലെ തന്നെ സാധാരണക്കാരായ ആളുകളൊക്കെ അദ്ദേഹത്തോട് ഈ രീതിയിൽ കമൻ്ററികൾ എഴുതാൻ, വിശദീകരണങ്ങൾ എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു. കാരണം അവർക്ക് പെട്ടെന്ന് തന്നെ ഇത്തരം കടുകട്ടി ഭാഷയിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞിരുന്നത് എന്ന് ആരോൺ സ്പൈവാക്ക് നിരീക്ഷിക്കുന്നുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇമാം ബാജൂരി തങ്ങളുടെ പൊളിറ്റിക്കൽ ഫിലോസഫി എന്നുള്ളത്. നമ്മൾ അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം ഫാത്തിമിദകൾ അവർ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി അവർ സ്ഥാപിക്കുന്നു. ഒരു ഷിയ വിശ്വാസധാരയിൽ അധിഷ്ഠിതമായിക്കൊണ്ടുള്ള ഒരു ഭരണകൂടമായിരുന്നു, അല്ലെങ്കിൽ ഭരണകൂട വ്യവസ്ഥയായിരുന്നു അവിടെ നടന്നു പോയിരുന്നത്. അതിനുശേഷം സൊലാഹുദ്ദീൻ അയ്യൂബി എന്നവരുടെ അയ്യൂബ് ഡൈനാസ്റ്റിയും, അതിനുശേഷം മംലൂക്ക്, അതിനുശേഷം ഓട്ടോമൻ ഭരണകൂടം എന്ന രീതിയിലാണ് ആ ഒരു ഓർഡർ വരുന്നത്. അപ്പോൾ ഈ ഒരു ഓട്ടോമൻ ഭരണകൂടത്തിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഓട്ടോമൻ ഭരണകൂടം അൽബേനിയക്കാനായിരുന്ന മുഹമ്മദ് അലി പാഷയെ ഈ ഒരു ഈജിപ്തിലെ ഗവർണറായിട്ട് അദ്ദേഹം അവരോധിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇദ്ദേഹം പാശ്ചാത്യ രീതിയിലുള്ള ഒരുപാട് മൂല്യങ്ങൾ, അതായത് ബ്രിട്ടൻ അതുപോലെ തന്നെ റഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ഒരുപാട് വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ, ഒരുപാട് മാറ്റങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതിനൊക്കെ പുറമെ അദ്ദേഹം അൽ അസ്ഹറിലെ പണ്ഡിതന്മാരുടെ വേതനം അദ്ദേഹം വെട്ടിച്ചുരുക്കുന്നു, ഒരുപാട് ആനുകൂല്യങ്ങൾ അദ്ദേഹം ഇല്ലാതാക്കുന്നു. അതിനൊക്കെ പുറമെ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു റിഫോർമേഷൻ എന്നുള്ളത്, അദ്ദേഹം സൈനിക സേവനം നിർബന്ധമാക്കിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ അൽ അസ്ഹറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ വിദ്യാർത്ഥികളെ വരെ അദ്ദേഹം നിർബന്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തിരുന്നു.
അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് ബാജൂരി ഇമാം ഈ ഒരു പൊസിഷനിലാണ് ബാജൂരി ഇമാമിൻ്റെ ആ ഒരു റോള് നമുക്ക് വളരെയധികം വ്യക്തമാകുന്നത്. കാരണം അദ്ദേഹം ഈ ഒരു കാര്യത്തിനെതിരെ അദ്ദേഹം നഖശികാന്തം ഇത്തരം മാറ്റങ്ങളെ അദ്ദേഹം എതിർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരിലൊരാളായിട്ടുണ്ടായിരുന്ന റിഫാഉ ത്വഹ്താവി എന്ന ഒരു പ്രോട്ടോ റിഫോമിസ്റ്റ് ഉണ്ടായിരുന്നു. അഥവാ ഒരുപാട് റിഫോമിസ്റ്റ് മൂവ്മെൻറ്റുകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഒരാളായിരുന്നു ഈ റിഫാഉ ത്വഹ്താവി. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട്, മുസ്ലിം സൊസൈറ്റികൾ നിർബന്ധപൂർവം ലീഡർഷിപ്പ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ കൂടുതലായിട്ട് പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ആശയത്തെ ബാജൂരി ഇമാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇത്തരം ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള അടിയൊഴുക്കുകളും മറ്റൊക്കെ നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫി എന്നുള്ള ആശയത്തെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അദ്ദേഹം 2 ടേമുകൾ ഉപയോഗിക്കുന്നുണ്ട്, അൽ വദഈൻ അൽ ഇലാഹി വൽ വദഈ അൽ ബശരി. വദഈൻ ഇലാഹി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് മുമ്പിൽ അർപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ സമർപ്പിച്ചിട്ടുള്ള അറിവുകളാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു അറിവാണ് വദഈൻ ബശരിയുൻ. അപ്പോൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരുപാട് അറിവുകൾ, ഈ അറിവിൻ്റെ കൂട്ടത്തിലാണ് അദ്ദേഹം ഈ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി എന്നുള്ളൊരു ആശയത്തെ അദ്ദേഹം ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായി കൊണ്ട് തന്നെ അദ്ദേഹം പൊളിറ്റിക്സിനെ അപ്പാടെ എതിർക്കുന്നില്ല അല്ലെങ്കിൽ നെഗേറ്റ് ചെയ്യുന്നില്ല, മറിച്ച് പൊളിറ്റിക്സ് എന്നുള്ളത് ഒരു ഏരിയ തന്നെയാണ്, പക്ഷേ മതത്തിനകത്തേക്ക് ഒരിക്കലും പൊളിറ്റിക്സിനെ കൊണ്ടുവരരുത് എന്നുള്ള ഒരു നിലപാടായിരുന്നു അന്ന് ബാജൂരി ഇമാം പ്രധാനമായിട്ട് സ്വീകരിച്ചിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഷറഹ് ട്രഡീഷൻ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ പ്രധാനമായിട്ടും ഒരുപാട് കമൻ്ററികളും പിന്നെ അതുപോലെ തന്നെ സൂപ്പർ കമൻ്ററികളായിട്ട് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ തുഹ്ഫത്തുൽ മുരീദ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഷറഹ്, അത് ഇന്നും ലോകത്ത് വലിയ രീതിയിൽ വായിക്കപ്പെടുന്ന ഒരു പുസ്തകമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഷറഹിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം രചിക്കുന്ന ഗ്രന്ഥങ്ങളുടെ വിശദീകരണ ഗ്രന്ഥങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്നുള്ളത് അത് വളരെ ഡീപ്പായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം എന്നുള്ളത് അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ടിൽ വലിയ രീതിയിലുള്ള ഒരു കരിക്കുലം ചേഞ്ച് ഈജിപ്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു രീതി എന്നുള്ളത് മജ്മുഅത്തുൽ മുത്തൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടം കിതാബുകൾ, അതിൻ്റെ കമൻ്ററികൾ, ഷറഹുകളൊക്കെ, അപ്പോൾ അത്തരം ഗ്രന്ഥങ്ങളൊക്കെ വിദ്യാർത്ഥികൾ വായിച്ചിരുന്ന ഒരു ശീലം അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ പഠിക്കുന്ന അസ്ഹരികൾ ചെയ്തിരുന്ന ഒരു രീതി എന്ന് വെച്ചാൽ അവർ കിതാബുകൾ പഠിക്കുമ്പോൾ തന്നെ അതിന് കൂടെ ഷറഹുകളും കൂടിയും ആ കിതാബിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ എഴുതി വെക്കുമായിരുന്നു. പക്ഷേ ബാജൂരി ഇമാമിൻ്റെ ഷറഹ് മറ്റുള്ള എല്ലാ അസ്ഹരികളിൽ നിന്നും വ്യത്യാസപ്പെട്ട് നിൽക്കുന്നതായിരുന്നു എന്ന് ആരോൺ സ്പൈവാക്ക് നിരീക്ഷിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഷറഹ് എഴുതുമ്പോൾ അതിൽ ഒരുപാട് വിശദീകരണങ്ങൾ അദ്ദേഹം ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഒരുപാട് കാലഘട്ടത്തിലെ, അതായത് മംലൂക്ക് കാലഘട്ടം മുമ്പുണ്ടായിരുന്ന കിതാബുകൾ, മംലൂക്ക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കിതാബുകൾ, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹം റെഫർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹം അതിൽ വച്ചിരുന്നു. അങ്ങനെയൊക്കെ വലിയ രീതിയിലുള്ളൊരു ഷറഹ് സ്കോളർഷിപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ പലപ്പോഴും മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ വ്യതിരിക്തമായി നിലകൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അടുത്തത് റീസൺ ആൻഡ് റെവലേഷൻ എന്നുള്ളൊരു ഏരിയയാണ്. അതായത് നമുക്കറിയാം, ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടം മുതൽക്ക് തന്നെ അഖലിയായിട്ടുള്ളതും അതുപോലെ തന്നെ നഖലിയായിട്ടുള്ള തെളിവുകൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ ബാജൂരി ഇമാമിൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് വെച്ചാൽ അദ്ദേഹം അഖലിയായിട്ടുള്ള രീതികളെയും അതുപോലെ തന്നെ നഖലിയായിട്ടുള്ള രീതികളെയും അദ്ദേഹം സ്വീകരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അഖലിയായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള അല്ലെങ്കിൽ കലാം പോലെയുള്ള തഅ്വീൽ പോലെയുള്ള അത്തരം മെത്തേഡുകൾക്ക് അദ്ദേഹം കൂടുതലായിട്ട് പ്രാമുഖ്യം കൊടുത്തിരുന്നു. എന്നാൽ അത്താരികളെ അല്ലെങ്കിൽ അസരിയൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അവർ ചെയ്തിരുന്ന ഒരു എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഖുർആനും ഹദീസും എന്താണോ പറഞ്ഞിട്ടുള്ളത് അത്തരം കാര്യങ്ങളെ മാത്രം സ്വീകരിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു ഈ അസരിയൂൻ എന്നുള്ള വിഭാഗം. അപ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അദ്ദേഹം ഈ ഒരു അഖലിയായിട്ടുള്ളതിനെയും നഖലിയായിട്ടുള്ളതിനെയും അദ്ദേഹം അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള റേഷണലായിട്ടുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം മുൻതൂക്കം കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന മറ്റൊരു വിഷയമാണ് സൂഫിസം എന്നുള്ളത്. നമ്മൾ നേരെ സൂചിപ്പിച്ചു, അദ്ദേഹം കേവലം ഒരു തിയോളജിയിൽ മാത്രമായിരുന്നില്ല, മറിച്ച് അദ്ദേഹം ഫിലോസഫിക്കലായിട്ടും സ്പിരിച്വലായിട്ടും തിയോളജിക്കലായിട്ടും ലീഗലായിട്ടൊക്കെ അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൂഫിസം എന്ന് നമ്മൾ പറയുമ്പോൾ, സൂഫിസം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ ഒരു ശരാശരി വിദ്യാർത്ഥിയുടെ ഒരു ജീവിതം എന്ന് വെച്ചാൽ അവർ ദിവസം മുഴുക്കെ
വ്യത്യസ്തങ്ങളായിട്ടുള്ള കിതാബുകളെ അവർ പഠിക്കുന്നുണ്ട്. ഇഷായിന് ശേഷം അവർ സൂഫിസം പഠിച്ചിരുന്നു, അല്ലെങ്കിൽ തസവുഫ് ഗ്രന്ഥങ്ങൾ പഠിച്ചിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇഷായിന് ശേഷം തസവുഫ് ഗ്രന്ഥങ്ങൾ പഠിച്ചിരുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് അരുൺ സ്പൈവാക്ക് കൊടുക്കുന്ന മറുപടി എന്നുള്ളത്, ഒരുപാട് വാക്ക് തർക്കങ്ങളെ കൊണ്ടും പിന്നെ സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ മാറിക്കൊണ്ട് ഉറങ്ങാൻ പോകുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമ്മൾ തസവുഫ് ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ഒരുപാട് ഡിസഗ്രിമെൻസും അതുപോലെ തന്നെ ഈ പിണക്കങ്ങളൊക്കെ ഇല്ലാതാക്കാൻ, അതിനൊക്കെ അലിയിച്ച് കളയാൻ ഈ ഒരു തസവുഫ് ഗ്രന്ഥം അല്ലെങ്കിൽ അതിൻ്റെ പഠന മേഖല എന്നുള്ളത് സഹായിച്ചിരുന്നു എന്ന് ആണ് അരുൺ സ്പൈവാക്ക് നിരീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്നുള്ളത്, ഒരു സൂഫിയാകാൻ അല്ലെങ്കിൽ തസവുഫ് ഗ്രന്ഥങ്ങൾ പഠിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട ഫസ്റ്റ് മെത്തേഡ് എന്നുള്ളത് അത് ഒരു ടീച്ചറിൻ്റെ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ബാജൂരി ഇമാം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 1000 മതപ്രഭാഷണങ്ങൾ കേൾക്കുന്നതിനേക്കാൾ ഏറ്റവും മഹത്തരമാണ് ഒരു സൂഫിയായിട്ടുള്ള നല്ല ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പഠിക്കുന്നത് എന്ന് ബാജൂരി ഇമാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൂഫിസത്തിൻ്റെ പർപ്പസ് എന്നുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ ഇസ്ലാമിനെ കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഹൃദയ ശുദ്ധീകരണം നടത്തുക. ഇപ്പോൾ ഗസാലി ഇമാമൊക്കെ പറയുന്ന ഒരു കാര്യം അതാണ്, നമ്മളെ സൂഫിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് എന്നുള്ളത് നമ്മുടെ ഹെഡ് പ്യൂരിഫിക്കേഷൻ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ തന്നെ ഊന്നിക്കൊണ്ടാണ് ബാജൂരി ഇമാമും അദ്ദേഹത്തിൻ്റെ മെത്തേഡുകൾ വികസിപ്പിച്ചിരുന്നത്. ആ രീതിയിലാണ് അദ്ദേഹം സൂഫിസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് വെച്ചാൽ ഷാഫി മദ്ഹബിൻ്റെ വ്യാപനം എങ്ങനെയായിരുന്നു ഈജിപ്തിൽ എന്നുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഷാഫി ഇമാം അദ്ദേഹത്തിൻ്റെ വഫാത്തിൻ്റെ 5 അല്ലെങ്കിൽ 6 വർഷങ്ങൾക്ക് മുമ്പാണ് ഈജിപ്തിലെത്തുന്നത്. അങ്ങനെ അദ്ദേഹം ഈജിപ്തിലേക്ക് വരുന്നു. അദ്ദേഹം ഈജിപ്തിലെ തന്നെ ഫുസ്ത്വാത്ത് മദ്രസയിൽ അല്ലെങ്കിൽ അവിടുത്തെ ഫുസ്ത്വാത്ത് ഏരിയയിലുള്ള ഒരു പള്ളിയിൽ അദ്ദേഹം അധ്യാപനം നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഷാഫി ആശയങ്ങളൊക്കെ അദ്ദേഹം അവിടെ സ്പ്രെഡ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഖദീമായിട്ടുള്ള അഭിപ്രായങ്ങൾക്ക് പകരം ജദീദായിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ രൂപപ്പെടുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ വെച്ചാണ്. പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന അയ്യൂബിദ് ഭരണകൂടം, സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിലുള്ള അയ്യൂബിദ് ഭരണകൂടം, അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് രീതികളൊക്കെ, അതൊക്കെ ഷാഫി മദ്ഹബിനെ വലിയ രീതിയിൽ ഈജിപ്തിൽ സ്പ്രെഡ് ചെയ്യാനും അതിന് പുറമെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏരിയകളിലേക്കൊക്കെ ഷാഫി മദ്ഹബ് വ്യാപിക്കാനൊക്കെ ഇത് കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അടുത്തൊരു ഏരിയയാണ് റൈസ് ഓഫ് അഷ്അരി തിയോളജി ഇൻ ഈജിപ്ത്. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫാത്തിമിദുകളാണ് അസ്ഗർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്. അപ്പോൾ ഒരു ഷിയ വിശ്വാസധാരയിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭരണ വ്യവസ്ഥയായിരുന്നു ആദ്യകാലത്ത് ഫാത്തിമിദുകളുടെ ഉണ്ടായിരുന്നത്. അപ്പോൾ 2 നൂറ്റാണ്ടിന് ശേഷം ആണ് പിന്നീട് സലാഹുദ്ദീൻ അയ്യൂബി അഥവാ ഇബ്നു അസാക്കിർ തങ്ങളുടെ ശിഷ്യനായിട്ടുണ്ടായിരുന്ന സലാഹുദ്ദീൻ അയ്യൂബി എന്നവർ വരുന്നതും അദ്ദേഹം അവിടെ നമ്മുടെ ഫാത്തിമിദ് ഭരണകൂടത്തിൽ വ്യത്യസ്തമായിക്കൊണ്ട് അദ്ദേഹം അഷ്അരി തിയോളജി ധാരാളമായിട്ട് അദ്ദേഹം പ്രസരിപ്പിക്കുകയും അത് ഈജിപ്തിലും അതുപോലെ തന്നെ ഈജിപ്തിന് പുറമെ സിറിയ, ബഗ്ദാദ്, കൈറോ, നിഷാപൂർ പോലെയുള്ള ഒരുപാട് ഏരിയകളിലേക്കൊക്കെ ഈ ഒരു അഷ്അരി തിയോളജി വ്യാപിപ്പിക്കാനൊക്കെ സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ വലിയ ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു പോയിന്റ്, മാതുരീദി വിശ്വാസധാരയും നമ്മുടെ ഈജിപ്തിലും അതുപോലെ തന്നെ പുറത്തൊക്കെ ആയിട്ട് ആ സമയത്തും വലിയ രീതിയിലുള്ള ഒരു പ്രചാരം നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഷ്അരി തിയോളജിയും അതുപോലെ തന്നെ മാതുരീദി തിയോളജിയും തമ്മിൽ ചെറിയ രീതിയിലുള്ള കോമ്പറ്റീഷൻസ് നടന്നിരുന്നു എന്ന് അരുൺ സ്പൈവാക്ക് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ചില ആളുകൾ അഷ്അരി തിയോളജിയെ കൂടുതലായിട്ട് വ്യാപിപ്പിക്കാൻ നോക്കും, ചില ഭാഗത്ത് മാതുരീദി തിയോളജി കൂടുതലായിട്ട് പ്രസരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അപ്പോൾ അരുൺ സ്പൈവാക്ക് പറയുന്നത് 2 പേരും തമ്മിൽ കോമ്പറ്റീഷൻ നടന്നിരുന്നെങ്കിൽ പോലും വളരെ സഹിഷ്ണുതയോടെ കൂടെയുള്ള ഒരു ടോളറൻസ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള രീതിയിലുള്ള കോമ്പറ്റീഷൻസ് ആയിരുന്നു നടത്തിയിരുന്നത്. അതിനപ്പുറം വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളോ മറ്റു തർക്കങ്ങളോ ഒന്നും അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രസൻറ്റേഷൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതിൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ അഷ്അരി ഇമാമിൻ്റെ ലെഗസി എന്നുള്ളത് അദ്ദേഹം നമ്മൾ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള സുന്നി സ്കോളർഷിപ്പിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതികളൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ അരുൺ സ്പൈവാക്ക് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിൽ വ്യത്യസ്ത മദ്ഹബിൽപ്പെട്ട ആളുകൾ, വ്യത്യസ്ത ആശയങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ അദ്ദേഹത്തിന് കീഴിൽ പഠനം നടത്തിയിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ ഒരു മുഹമ്മദ് അലി പാഷയുടെ കാലഘട്ടത്തിൽ അബ്ദുൽ വഹാബിൻ്റെ പേരക്കുട്ടികൾ വരെ അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠനം നടത്തിയിരുന്നു എന്ന് അരുൺ സ്പൈവാക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു ഇൻ്റലക്ച്വൽ സ്കോളർഷിപ്പ് ലോകത്തിന് മുമ്പിൽ സംഭാവന നടത്തിയിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു അഷ്അരി ഇമാം എന്നാണ് ഓവറോൾ
അദ്ദേഹം ഈ ഒരു ബുക്കിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതിനൊക്കപ്പുറം ഈ ഒരു ബുക്കിൻ്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്തുകൊണ്ടാണ് ഒരു ആർക്കിടൈപ്പൽ സുന്നി സ്കോളർ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അതിന് ആർ എൻ സ്പൈവാക്ക് ഈ ഒരു ഹെഡിങ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ കേവലം ഒരു തിയോളജിയിൽ മാത്രമായിരുന്നില്ല, മറിച്ച് ഫിലോസഫിക്കലായിട്ടും അതുപോലെ തന്നെ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള മേഖലകളിൽ ബാജുരി ഇമാം ഒരുപാട് വലിയ സംഭാവനകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ആർക്കിടൈപ്പൽ സുന്നി സ്കോളർ അഥവാ ഒരു മാതൃകാ പുരുഷൻ എന്ന പദവിയിലേക്ക് ആരോൺ സ്പൈവാക്ക് ഇദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നതാണ് ഈ ഒരു വർക്കിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.